നമസ്കാരം. നവഗ്രഹങ്ങളുടെ രാശിമാറ്റം സംഭവിക്കുമ്പോൾ അത് പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് നൽകും. കഷ്ടകാലം ഉണ്ടായിരുന്നവർക്ക് നല്ല കാലം വന്ന് ചേരാവുന്നതാണ്. നല്ല കാലം അനുഭവിക്കുന്നതായ ചില വ്യക്തികൾക്ക് ദുരിതകാലം വന്ന് ചേരുന്നതിനും കാരണമായി തീരാം. ഗ്രഹം, രാശി, ഭാവം എന്നിവയെല്ലാം രാശിമാറ്റ ഫലങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒന്നിലേറെ രാശിമാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഓഗസ്റ്റ് 22 ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ കർക്കിടകത്തിലേക്കും ഓഗസ്റ്റ് 25 ധനദാതാവായ ശുക്രൻ കന്നിയിലേക്കും ഓഗസ്റ്റ് 26 സേനാധിപതിയായ ചൊവ്വ മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നതാകുന്നു. ഈ രാശിമാറ്റങ്ങൾ പല വ്യക്തികളുടെയും ജീവിതത്തിൽ പൊതുവിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാകുന്നു. ഏതെല്ലാമാണ് ആ മാറ്റങ്ങൾ, ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. 3 ഗ്രഹങ്ങളുടെ രാശിമാറ്റം നേട്ടമാകുന്ന അഥവാ രാജയോഗത്താൽ തന്നെ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ആദ്യ രാശി രാശിചക്രത്തിലെ ആദ്യ രാശിയായ മേടം രാശിയാകുന്നു. വരും ദിവസങ്ങളിൽ മേടം രാശിക്കാർക്ക് വസ്തു വിൽപ്പന, കൈമാറ്റം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ല മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ചില ലാഭകരമായ കാര്യങ്ങൾ നേടാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ സന്തോഷകരമായ ചില നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മികച്ചതായ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, നിക്ഷേപം നടത്തുവാൻ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം നടത്തുന്നതായ നിക്ഷേപങ്ങൾ അത് നിങ്ങൾക്ക് ഭാവിയിൽ പല രീതിയിലുള്ള അനുകൂലമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഉയർച്ച നേടുവാൻ സഹായകരമായി തീരാവുന്നതുമാണ്. ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഈ സമയം സമ്പാദ്യം അല്ലെങ്കിൽ ധനപരമായ ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഒപ്പം നിൽക്കുന്നവർക്കും ഭാഗ്യം നൽകുവാൻ സാധിക്കുന്നു, പിന്തുണ ആർജിക്കുവാൻ സാധിക്കുന്നു എന്നീ സവിശേഷതകളും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ രാശിമാറ്റം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന് നിസ്സംശയം പറയാം. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മിഥുനം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷകരമായ വാർത്തകൾ, അത്തരത്തിലുള്ള നിമിഷങ്ങൾ വന്ന് ചേരുവാൻ സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക. ഈ സമയങ്ങളിൽ വരുമാനം വർദ്ധിക്കുക, പ്രതീക്ഷിച്ചതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക, ലോൺ, ചിട്ടി അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ ധനത്തിന് സഹായകമാകുന്ന ചില കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്പം നീട്ടി കിട്ടുകയോ അഥവാ അത്തരം കാര്യങ്ങൾക്ക് അല്പം സമയം ലഭിക്കുകയോ അല്ലെങ്കിൽ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല വരുമാന സ്രോതസ്സുകളിലൂടെയും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാണ്. ബുധനും ശുക്രനും രാശിമാറ്റം നടത്തുന്നതിനാൽ വ്യവസായികൾക്കും അഥവാ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചെറുകിട കച്ചവടക്കാർക്കും അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായ ലാഭമാണ് വന്നു ചേരുക. പ്രതീക്ഷിക്കാതെ ധനം കൈകളിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെട്ടതായ തൊഴിൽ അവസരങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. വ്യവസായികൾക്ക് കൂടുതലായി തന്നെ ബിസിനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു. പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാകുന്നു. എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിച്ചാൽ
ലാഭം ഇരട്ടിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് പറയാം. ചൊവ്വ, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ രാശിമാറ്റം നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. കൂടാതെ നിങ്ങൾക്ക് സ്വത്തുക്കൾ നേടിയെടുക്കുവാനും അഥവാ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കഠിനാധ്വാനത്തിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്കും വ്യവസായികൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ജോലി ആഗ്രഹിക്കുന്നവർക്കും ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അത്തരം കാര്യങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ശ്രമങ്ങൾ നടത്തുന്നതാണ് ശുഭം എന്ന കാര്യവും ഓർക്കുക. ജോലി സ്ഥലത്ത് കൂടുതൽ അംഗീകാരം ലഭിക്കുക, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സ്വദേശത്തും വിദേശത്തും യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. മറ്റ് യാത്രകൾക്കും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. ഇത്തരത്തിൽ പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ശുഭകരമാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികൾ അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. മനസ്സിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ ഉണ്ടാകാം. ആ വിഷമങ്ങൾ എപ്രകാരം തരണം ചെയ്യണം എന്ന വ്യക്തമായ ബോധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. അത്തരത്തിൽ പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ അനുകൂലമാണ് സമയം. ഈ രാജയോഗത്താൽ ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം.